ശ്രീ സൂരജ് നായർ, ഗോൾഡിനെ ഒരു നിക്ഷേപമായി താങ്കൾ സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ വി വുഡ് ഹാവ് ലോസ്റ്റ് ലോട്ട് ഓഫ് മണി. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പോൾ ഒക്ടോബർ 2024 മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് സെൻസെക്സ്, നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത് ഗോൾഡാണ്. ബട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ അത് ഗോൾഡിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമ്മൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് വൺസ് ചോയ്സ് ആണ്. ഇതിന് ലോകത്തിൽ ഏറ്റവും വലിയ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫെ, അദ്ദേഹം ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ ഗ്ലോബലിയും കൂടെയാണ്. അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന പോലെ ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ഗോൾഡും കൂടെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ 67 ഫീറ്റിന്റെ ഒരു ക്യൂബ് ഉണ്ടാവും. അതിനെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ US എൻറ്റയർ ഫാം ലാൻഡ്സും അഗ്രികൾച്ചർ ലാൻഡ്സും മേടിക്കാം, 10 എക്സോൺ മോബിൽ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയെ മേടിക്കാം. അത് കഴിഞ്ഞ് 1 ട്രില്യൺ ഓഫ് മണി അടിച്ചു പൊളിക്കാൻ ഉണ്ടാവും. അതുകൊണ്ട് ഗോൾഡ് യൂസ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് അതൊരു ഡിസ്ക്ലൈമർ മാത്രമാണ്. ബട്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഹിസ്റ്ററി കാണിച്ചിരിക്കുന്നത് ഗോൾഡ് പെർഫോം ചെയ്തു.